ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ പ്രഭാതവന്ദനം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചോദനം, നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഇപ്രകാരം ദൈവവചനത്തെ ക്രമീകരിക്കുവാനും എന്നെ പ്രാപ്തനാക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾക്കും നിങ്ങളുടെ സഹകരണത്തിനും ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയും. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവിക കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ നമ്മളെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾക്കുറപ്പില്ലാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് നമ്മളെ ഉറപ്പിക്കേണ്ടി വരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവവചനത്തെ നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന വിഷയം ഏതു തന്നെ ആയിരുന്നാലും, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം ഏതു തന്നെ ആയിരുന്നാലും, കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാനായിട്ടിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു, കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? എന്തുകൊണ്ടാണ് കർത്താവേ ഞാൻ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? മറ്റുള്ളവർക്കൊന്നും ഇതുപോലെയുള്ള ശോധനകളില്ലല്ലോ കർത്താവേ എന്നൊക്കെ ഓർത്ത് പരിതപിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് നിന്റെ ജീവിതത്തിലെങ്കിൽ, ദൈവവചനം കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതെ, നിങ്ങൾക്ക് സഹിക്കാവുന്നത് മാത്രമേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളൂ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതെ, നമ്മുടെ കർത്താവ് നിങ്ങളുടെ പരീക്ഷയോടുകൂടെ നിങ്ങൾക്ക് പോക്കുവഴിയും മറുപടിയും നൽകുന്ന ദൈവമാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കണം: ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം പരീക്ഷ എനിക്ക് നേരിടാൻ കഴിയുമെന്നറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് തരുന്നത് എന്ന് തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ഇതിനൊരു പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന അറിവും ബോധവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ പരീക്ഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാകണം. നിശ്ചയമായും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ലെന്ന് നാം തിരിച്ചറിയണം. ഞാനിങ്ങനെ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു: യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നോക്കൂ, യബ്ബേസിൻ്റെ ജീവിതത്തിൽ യബ്ബേസ് ഒരു വ്യസനപുത്രനായിരുന്നു. അതുകൊണ്ട് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക: കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിശാലമാക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വേണം എന്നെ കാക്കണം.
ഇന്നൊരു പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവജനത്തെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന അനർത്ഥം നിനക്കൊരു വ്യസന കാരണമായി തീരാതിരിക്കേണ്ടതിന് നീ ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റുള്ളവർക്ക് ഭവിക്കാത്ത ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നീ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. നിനക്ക് സഹിക്കാവുന്നത് മാത്രമേ തമ്പുരാൻ നിന്റെ കരങ്ങളിൽ നൽകുകയുള്ളൂ. നിനക്ക് സഹിക്കാവുന്നത് മാത്രമേ തമ്പുരാൻ നിന്നെ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് വാത്സല്യ ദൈവകുഞ്ഞെ, നിന്റെ അതിർ വിശാലമാകേണ്ടതിന് നീ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിച്ചു പറഞ്ഞത്, വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതെ, യബ്ബേസ് പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാൻ കാരണമായി തീർന്നെങ്കിൽ ഇന്നൊരു പ്രഭാതത്തിൽ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന് എന്നിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. യേശു കർത്താവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. എൻ്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ വെച്ച് എന്നെ മാനിക്കാൻ കഴിയുന്ന ദൈവം, എൻ്റെ സഭക്കാരുടെ മധ്യത്തിൽ വെച്ച് എന്നെ മാനിക്കാൻ കഴിയുന്ന ദൈവം, എൻ്റെ തലമുറകളുടെ മുൻപിൽ വെച്ച് എന്നെ മാനിക്കുന്ന ദൈവം. അതെ, നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് തിരിച്ചറിയുക, കർത്താവ് വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങൾ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് താഴ്മയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. യബ്ബേസിൻ്റെ ജീവിതത്തിൽ അവൻ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകിയതുപോലെ നിന്റെ അപേക്ഷകളൊക്കെയും ഈ നാളുകളിൽ ദൈവം നിനക്ക് നൽകുവാനിടയായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.